PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവർ ആകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. അപ്പോൾ അതിൽ മാത്സ് ആണ് LGSകാർക്കുള്ളത്, LDCക്കാർക്കാണ് ഇംഗ്ലീഷും മലയാളവും വരുന്നത് കേട്ടോ. പിന്നെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ലൈവായിട്ട്. അത് ഓരോ ടോപ്പിക് വൈസാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കൂടാതെ നമ്മൾ ടെലിഗ്രാം വഴി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും പഠിപ്പിച്ച ഭാഗത്തു നിന്നുള്ള പോൾസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതികൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 86-ാം ഭേദഗതി വരെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതികളാണ്. 91-ാം ഭേദഗതി, 101-ാം ഭേദഗതി, 104-ാം ഭേദഗതി, അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതികൾ. അത് നമുക്ക് പല പല ഭാഗത്തായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ഭേദഗതി വരുന്നുണ്ട്, അതുപോലെ GSTയുമായി ബന്ധപ്പെട്ട ഭേദഗതി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഭേദഗതികളാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തോടുകൂടി ഭേദഗതികൾ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികളും കൂടെ അവിടെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഭേദഗതികളും കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ക്ലാസ് തരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭരണഘടനാ ഭേദഗതികൾ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് 91-ാം ഭേദഗതിയാണ് കേട്ടോ. 91-ാം ഭേദഗതി. അപ്പോൾ 91-ാം ഭേദഗതി എന്താ പറയുന്നത്? നമ്മൾ 52-ാം ഭേദഗതി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു 52-ാം ഭേദഗതി? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 52-ാം ഭേദഗതി എന്ന് പഠിച്ചു. അപ്പോൾ ഈ 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അപ്പം 91-ാം ഭേദഗതി എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്? കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട്. കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് PSC കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതെന്നും പറഞ്ഞിട്ട് ഓപ്ഷനിൽ 52 ഉണ്ടായിരുന്നു, 91 ഉണ്ടായിരുന്നു. എന്നിട്ട് ആൻസർ ആയിട്ട് PSC തന്നിട്ടുണ്ടായിരുന്നത് 91 ആണ്. നമ്മൾ സാധാരണ രീതിയിൽ കൂറുമാറ്റ നിരോധന നിയമം എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് 52-ാം ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ കൊണ്ടുവന്ന ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അത് 91-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഈ 91-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 91-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കേട്ടോ. AB വാജ്പേയി ആയിരുന്നു കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന 91-ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തുള്ള പ്രധാനമന്ത്രി AB വാജ്പേയി. ഇനി ഈ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പ്രസിഡന്റ് 91-ാം ഭേദഗതി നിലവിൽ വരുമ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആയിരുന്നു ഈ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 91-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം. അപ്പോൾ ഈ ഒരു ഭേദഗതിയിലൂടെ വ്യവസ്ഥ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിൽ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിയമപ്രകാരം കേന്ദ്രത്തിലും
സംസ്ഥാനത്തിലും ട്ടോ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് നിയമസഭയിലുള്ള സംസ്ഥാന നിയമസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലുമുള്ള അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. അപ്പൊ ഇവിടെ കുക്കർ വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, അടുക്കളയിൽ നിന്നുമാണ് കേട്ടോ. ഓക്കെ, സോറി, ക്ഷമിക്കുക. അപ്പൊ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 91-ാം ഭേദഗതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ 91-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം ചോദിച്ചാൽ അത് 2003-ലാണ്. 2003 കേട്ടോ. 91-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം എത്രയാണ്? 2003-ആണ്. 91-ാം ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2004 ജനുവരി 1-നാണ്. 2004 ജനുവരി 1-നാണ് 91-ാം ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത്. അപ്പൊ 91-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സായത് 2003, അംഗീകാരം ലഭിച്ചത് 2004 ജനുവരി 1. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന ഭേദഗതിയാണ് 91-ാം ഭേദഗതി. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തതാണ്. കേരളത്തിന്റെ മന്ത്രിസഭയിൽ മന്ത്രിമാർ എത്ര എണ്ണത്തിൽ കൂടാൻ പാടില്ല? 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല. കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. കേരളത്തിന്റെ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ എണ്ണം 21-ൽ കൂടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. 12-ൽ കുറയാൻ പാടില്ല, 12 പേരിൽ കുറയാൻ പാടില്ല. കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 91-ാം ഭേദഗതിയിൽ ഏറ്റവും പ്രധാനമായിട്ട്. ഇനി 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട ഒരു പട്ടികയുണ്ട്. ഏത് പട്ടികയാണ്? 10-ാം പട്ടിക. 10-ാം പട്ടിക ഭേദഗതി ചെയ്യപ്പെട്ടത് 91-ാം ഭേദഗതി വഴിയാണ് കേട്ടോ. അപ്പൊ അത് ഓർക്കാൻ ഈസിയാണ് അല്ലേ? 91 എന്ന് പറയുമ്പോൾ നമുക്ക് 9+1 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 91-നെ ആഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. അപ്പൊ 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് 10-ാം പട്ടികയാണ്. 10-ാം പട്ടിക. ഓക്കെ, ഇനി 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 2 ആർട്ടിക്കിൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 75-ഉം 164-ഉം 75 അതുപോലെ 164 എന്നീ ആർട്ടിക്കിളുകൾ 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 91-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് 361B. 361B എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് 91-ാം ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ 10-ാം പട്ടിക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് 91-ാം ഭേദഗതി എന്ന് പറയുന്നത്. അടുത്തത് 97-ാം ഭേദഗതിയാണ്. 97-ാം ഭേദഗതി. 97-ാം ഭേദഗതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. 97-ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. മൻമോഹൻ സിംഗ് കേട്ടോ. അപ്പോൾ 97-ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തെ പ്രധാനമന്ത്രി ആയിരുന്നു മൻമോഹൻ സിംഗ്. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രതിഭ പാട്ടീൽ ആയിരുന്നു. പ്രതിഭ പാട്ടീലാണ് ആ സമയത്തെ പ്രസിഡന്റ്. അപ്പോൾ ഏത് സമയത്താണ് ഇത് നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടേ? 97-ാം ഭേദഗതി എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് 2012 ഫെബ്രുവരി 15-നാണ്. 2012 ഫെബ്രുവരി 15-നാണ് 97-ാം ഭേദഗതി നിലവിൽ വരുന്നത്. 97-ാം ഭേദഗതി നിലവിൽ വരുന്നത് 2012 ഫെബ്രുവരി 15. ഈ 97-ാം ഭേദഗതി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാഗം 3 പഠിച്ചിട്ടുണ്ട് അല്ലേ? ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗം 3-ല്
ആർട്ടിക്കിൾ 19C എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ സി എന്ന് പറയുന്നത് സി ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ 19C എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പൊ ആ ഒരു പദം കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ എന്താണ് സഹകരണ സംഘം, സഹകരണ സംഘങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് 19C. അത് കൂട്ടിച്ചേർത്തത് ഈ 97-ാം ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 97-ാം ഭേദഗതിയിലൂടെയാണ് ഭാഗം 3-ലെ ആർട്ടിക്കിൾ 19C-യിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പദം കൂട്ടിച്ചേർത്തത്. അതായത് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 97-ാം ഭേദഗതിയാണ്. അപ്പൊ 97-ാം ഭേദഗതിയിലൂടെ പ്രധാനമായിട്ടും 3 മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഒന്നാമത്തെ മാറ്റമാണ് നമ്മൾ പറഞ്ഞത്, ഭാഗം 3-ല് ആർട്ടിക്കിൾ 19C-ല് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പദം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം എന്തായിരുന്നു? നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഭാഗം 4-ല് ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 97-ാം ഭേദഗതി. ഭാഗം 4-ല് 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചതാണ്, എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത്. അപ്പൊ അതിൽ 43Bയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അപ്പൊ 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത് ഏത് വഴിയാ? 97-ാം ഭേദഗതി വഴിയാണ്. ഇനി മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു പേരില് ഭാഗം 9B, പുതിയൊരു ഭാഗം 9B എന്ന് പറയുന്ന ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ 3 മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? ഭാഗം 3-ൽ ആർട്ടിക്കിൾ 19C-യിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പദം കൊണ്ടുവന്നു. ഭാഗം 4-ൽ ആർട്ടിക്കിൾ 43B എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെ മാറ്റം എന്താണ്? സഹകരണ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഭാഗം തന്നെ കൊണ്ടുവന്നു, ഭാഗം 9B. ഇത്രയും കാര്യങ്ങളാണ് 97-ാം ഭേദഗതി വഴി നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഭേദഗതിയാണ് 101-ാം ഭേദഗതി. 101-ാം ഭേദഗതി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇനി അത് എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 101-ാം ഭേദഗതി. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 101-ാം ഭേദഗതിയാണ്. ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ 101-ാം ഭേദഗതി. ഭേദഗതി ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ 122-ാം ഭേദഗതി ബില്ലാണ്. GST ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 101-ാം ഭേദഗതി. ഭേദഗതി ബില്ല് ഏതെന്ന് ചോദിച്ചാൽ 122-ാം ഭേദഗതി ബില്ലാണ്. ഈ GST ബില്ല് ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത്, GST ബില്ല് ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് 2015 മെയ് 6-നാണ്. 2015 മെയ് 6-ന് ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കി. ആ പാസ്സാക്കുന്ന സമയത്ത് രാജ്യസഭയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം? നിർദ്ദേശങ്ങൾ വയ്ക്കാം, അല്ലേ? അപ്പൊ ലോക്സഭയിൽ ആദ്യമായിട്ട് ഇത് എന്ത് ചെയ്തു? പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. രാജ്യസഭ എന്ത് ചെയ്തു? ഇതില് ചില ഭേദഗതി നിർദ്ദേശങ്ങളോട് കൂടിയിട്ട് 2016 ഓഗസ്റ്റ് 3-ന് ഇത് വീണ്ടും പാസ്സാക്കി. ചില ഭേദഗതി നിർദ്ദേശങ്ങളോട് കൂടി, എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വേണം എന്ന നിർദ്ദേശങ്ങളോടുകൂടി രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 3-നാണ്. അപ്പോൾ ആ നിർദ്ദേശങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, ആ ഭേദഗതികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ലോക്സഭ അത് വീണ്ടും പാസ്സാക്കി. എപ്പോഴാ? 2016 ഓഗസ്റ്റ് 8-ന്. അപ്പോൾ ആദ്യം GSTയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭേദഗതി ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കി 2015 മെയ് 6-ന്. അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ള നിർദ്ദേശങ്ങളോടുകൂടി രാജ്യസഭ എന്ത് ചെയ്തു? 2016 ഓഗസ്റ്റ് 3-ന് പാസ്സാക്കി. ആ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭേദഗതികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ലോക്സഭ എന്ത് ചെയ്തു? 2016 ഓഗസ്റ്റ് 8-ന് വീണ്ടും അത് പാസ്സാക്കി. അതിനുശേഷമാണ് ആര് ഒപ്പുവെക്കുന്നത്? പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2016 സെപ്റ്റംബർ 8-ന്. 2016 സെപ്റ്റംബർ 8-നാണ്
പ്രസിഡന്റ് ഇത് ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഈ 4 വർഷവും വിത്ത് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് 2015 മെയ് 6. രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി അത് പാസ്സാക്കുന്നത് പിറ്റത്തെ വർഷമാണ് 2016 ഓഗസ്റ്റ് 3. പിന്നെ ലോക്സഭ അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞ് അല്ലേ 8-ാം തീയതി 2016 ഓഗസ്റ്റ് 8 ലോക്സഭ അത് വീണ്ടും ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് പാസ്സാക്കി. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം ഓഗസ്റ്റ് 8 ലോക്സഭ പാസ്സാക്കി, സെപ്റ്റംബർ 8 പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചു. ഓക്കെ, ഇനി അങ്ങനെ ഈ പറയുന്ന നിലവിൽ വന്നത് GST എന്ന് പറയുന്ന ബില്ല്, GST ബില്ല് നിലവിൽ വന്നത് അത് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. GST ബില്ല് നിലവിൽ വന്നതെന്ന 2017 ജൂലൈ 1. 2017 ജൂലൈ 1 അത് സ്ഥിരം ചോദിക്കുന്നതാണ്, അതുകൊണ്ട് എടുത്തെഴുതാം. 2017 ജൂലൈ 1 GST ബില്ല് നിലവിൽ വരുന്നത്, PSCയുടെ സ്ഥിരം ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാ? നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി. ഓക്കെ, ആ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു, അല്ലെങ്കിൽ ഈ GST ബില്ലിൽ ഒപ്പുവെച്ചിട്ടുള്ള പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രണബ് മുഖർജി. നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി, പ്രസിഡന്റ് ആരായിരുന്നു? പ്രണബ് മുഖർജി ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 101-ാം ഭേദഗതി. അപ്പോൾ ഈ ഒരു 101-ാം ഭേദഗതിയിലൂടെ തന്നെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? 279A എന്ന് പറയുന്ന ആർട്ടിക്കിൾ, GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി കൂടിയാണ് 101-ാം ഭേദഗതി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് 101-ാം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കേണ്ടതുണ്ട്. അടുത്തത് 102-ാം ഭേദഗതി. 102-ാം ഭേദഗതി ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ്. അതായത് ദേശീയ പിന്നാക്ക കമ്മീഷൻ എന്ന് പറയുന്നത് മുൻപ് ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. ദേശീയ പട്ടികജാതി കമ്മീഷൻ പോലെ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. അപ്പോൾ ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് എന്ത്? 102-ാം ഭേദഗതി. ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് 102-ാം ഭേദഗതി. അപ്പൊ ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 102-ാം ഭേദഗതിയാണ്. ഭേദഗതി ബില്ല് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 123-ാം ഭേദഗതി ബില്ല്. അവിടെ നമ്മൾ നേരത്തെ GSTയുടെ പറഞ്ഞപ്പോൾ 101-ാം ഭേദഗതിയും 122-ാം ഭേദഗതി ബില്ലും, ഇവിടെ 102-ാം ഭേദഗതിയും 123-ാം ഭേദഗതി ബില്ലുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 102-ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ് ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? രാംനാഥ് കോവിന്ദ് ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഈ 123-ാം ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ തവാർചന്ദ് ഗെഹ്ലോട്ട് ആണ് കേട്ടോ. തവാർചന്ദ് ഗെഹ്ലോട്ട് ആണ് 123-ാം ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ 102-ാം ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2017 ഏപ്രിൽ 10-നാണ്. 2017 ഏപ്രിൽ 10 ലോക്സഭ പാസാക്കി. ദെൻ രാജ്യസഭ പാസാക്കുന്നത് 2018 ജൂലൈ 31 രാജ്യസഭ പാസാക്കി. ദെൻ പ്രസിഡന്റ് അംഗീകരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2018 ഓഗസ്റ്റ് 11-നാണ് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത്. അപ്പോൾ ലോക്സഭ പാസ്സാക്കുന്നത് 2017 ഏപ്രിൽ 10, രാജ്യസഭ പാസ്സാക്കുന്നത് 2018 ജൂലൈ 31, പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 2018 ഓഗസ്റ്റ് 11. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. ഇനി അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 102 കഴിഞ്ഞാൽ നെക്സ്റ്റ് ആർട്ടിക്കിളാണ് 103. 103-ാം ആർട്ടിക്കിൾ അല്ല, ഭേദഗതി കേട്ടോ. 103-ാം ഭേദഗതി
103 ഭേദഗതി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് 103 ഭേദഗതി. എന്താ പറയുന്നത്? സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക്, സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് 103 ഭേദഗതി. ഭേദഗതി ചോദിച്ചാൽ 103, ഭേദഗതി ബില്ല് ചോദിച്ചാൽ 124. 103 ഭേദഗതി എന്നുള്ളത് ഓർത്തിരിക്കുക. 124 ഭേദഗതി ബില്ലാണ് എന്നതും ഓർത്തിരിക്കുക. അപ്പം 101 ആണെങ്കിൽ 101 ഭേദഗതിയും 122 ഭേദഗതി ബില്ലും, 102 ആവുമ്പോൾ 102 ഭേദഗതിയും 123 ഭേദഗതി ബില്ലും, 103 ആവുമ്പോൾ 103 ഭേദഗതിയും 124 ഭേദഗതി ബില്ലുമാണ്. ഇത് ഈ ഒരു 103 ഭേദഗതി ലോക്സഭയിൽ പാസ്സാക്കുന്നത് 2019 ജനുവരി 8-നാണ്. ലോക്സഭയിൽ പാസ്സാക്കുന്നത് 2019 ജനുവരി 8-നാണ്. ദെൻ അത് കഴിഞ്ഞ് രാജ്യസഭയിൽ പാസ്സാക്കുന്നത് 2019 ജനുവരി 9-നാണ് കേട്ടോ. രാജ്യസഭയിൽ പാസ്സാക്കുന്നത് 2019 ജനുവരി 9-നാണ്. ദെൻ പ്രസിഡന്റ് അംഗീകരിച്ചത് 2019 ജനുവരി 12. 2019 ജനുവരി 12-നാണ് പ്രസിഡന്റ് അംഗീകരിക്കുന്നത്. നിലവിൽ വന്നത് എപ്പോഴാണ്? 103 ഭേദഗതി നിലവിൽ വന്നത് 2019 ജനുവരി 14. 2019 ജനുവരി 14-നാണ് 103 ഭേദഗതി നിലവിൽ വരുന്നത്. ഈ 103 ഭേദഗതി നിലവിൽ വരുമ്പോഴത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ രാംനാഥ് കോവിന്ദ് ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. ഈ പറയുന്ന 124 ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? തവാർ ചന്ദ് ഗെഹ്ലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ 102 ഭേദഗതിയും 103 ഭേദഗതിയും നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഗെഹ്ലോട്ട്. അത് മൂന്നും ഒരേപോലെ തന്നെയാണ്, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 103 ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് 104 ഭേദഗതിയെ കുറിച്ചാണ്. 104 ഭേദഗതി 104 ഭേദഗതി എന്ന് പറയുന്നത് നിലവിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ആ സമയത്തെ പ്രസിഡന്റ് ആര് തന്നെയാ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാംനാഥ് കോവിന്ദ് തന്നെയാണ് കേട്ടോ. രാംനാഥ് കോവിന്ദ് തന്നെയാണ്. 102, 103, 104 ഭേദഗതി എല്ലാം വരുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് തന്നെയാണ്. ഇപ്പൊ 104 ഭേദഗതി എന്ന് പറയുന്നത് എത്രാമത് ഭേദഗതി ബില്ലാണ് എന്ന് ചോദിച്ചാൽ 126 ഭേദഗതി ബില്ലാണ്. 126 ഭേദഗതി ബില്ല്. ഓക്കെ. അപ്പൊ 101 പഠിച്ചപ്പോൾ നമ്മൾ 122 ഭേദഗതി ബില്ല് പറഞ്ഞു. 102 പറഞ്ഞപ്പോൾ 123 ഭേദഗതി ബില്ല് പറഞ്ഞു. 103 പറഞ്ഞപ്പോൾ 124 ഭേദഗതി ബില്ല് പറഞ്ഞു. ഇത് 104 ഭേദഗതി എന്ന് പറയുന്നത് 126 ഭേദഗതി ബില്ലാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. ഈ 104 ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്? 2019 ഡിസംബർ 9-ന്. 2019 ഡിസംബർ 9-നാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഇത് ലോക്സഭ പാസാക്കിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഇത് അവതരിപ്പിച്ച ഡേറ്റ് ആണ് പറയുന്നത്. അവതരിപ്പിച്ചതാണ് 2019 ഡിസംബർ 9. പാസാക്കുന്നത് എപ്പോഴാണ്? 2019 ഡിസംബർ 10. 2019 ഡിസംബർ 10-ന് പാസാക്കി. ദെൻ അത് കഴിഞ്ഞ് രാജ്യസഭയിൽ പാസാക്കുന്നത് 2019 ഡിസംബർ 12-നാണ്. 2019 ഡിസംബർ 12-ന് രാജ്യസഭ പാസാക്കുന്നു. അത് കഴിഞ്ഞ് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് എപ്പോഴാ? 2020 ജനുവരി 21-ന് പ്രസിഡന്റ് ഒപ്പുവെച്ചു. 2020 ജനുവരി 21-ന് ഒപ്പുവെച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ 126 ഭേദഗതി ബില്ലാണെന്ന് പറഞ്ഞു. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രവിശങ്കർ പ്രസാദ് ആണ് കേട്ടോ.
രവിശങ്കർ പ്രസാദാണ് 126 ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ നമുക്ക് SC/ST വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സംവരണം എന്ന് പറയുന്നത് കൂട്ടിയിട്ടുണ്ടായിരുന്നു, 10 വർഷത്തേക്കും കൂടെ ദീർഘിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2030 വരെ SC/ST-കാർക്ക് വേണ്ടിയിട്ടുള്ള സംവരണം 2030 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭേദഗതി പ്രകാരം. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന സംവരണം അവസാനിപ്പിച്ച ഭേദഗതി കൂടിയാണ് 104 കേട്ടോ. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ സംവരണം നിർത്തലാക്കിയ ഭേദഗതി ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? 104 ഭേദഗതിയാണ്. SC/ST വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സംവരണം 10 വർഷത്തേക്ക് കൂടെ വർദ്ധിപ്പിച്ച ഭേദഗതിയും 104 ഭേദഗതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് 104 ഭേദഗതി. 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. SC/ST വിഭാഗക്കാർക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം 10 വർഷം കൂടി ഉയർത്തി, അതായത് 2030 വരെയാക്കിയിട്ട് മാറ്റി. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിട്ടുള്ള സംവരണം എന്ന് പറയുന്നത് അവസാനിപ്പിച്ച ഭേദഗതിയാണ് 104 ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഭേദഗതികളും കൂടി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പോയിന്റും അതിൻ്റെ വർഷവും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യത്തെ ഭേദഗതി, ഒന്നാമത്തെ ഭേദഗതി തന്നെ നിങ്ങൾ പഠിച്ചോളൂ. ഒന്നാം ഭേദഗതിയുടെ വർഷം 1 അവസാനിക്കുന്നു. ഒന്നാമത്തെ പഞ്ചവത്സര നമ്മൾ പദ്ധതി പഠിക്കില്ലേ, അതുപോലെ 1951 ഒന്നാം ഭേദഗതി. ഈ ഒന്നാം ഭേദഗതിയിൽ ചെയ്ത കാര്യം എന്താണ്? 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അപ്പോൾ ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇപ്പം നമ്മൾ 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? അപ്പോൾ നമ്മൾ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ O വെച്ചിട്ട് വരുന്ന അടുത്ത സംഖ്യ ഏതാ? 9 ആണ്. 1, 9 ഇത് 2 മാത്രമാണ് O വെച്ചിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒന്നാം ഭേദഗതിയിലാണ് 9ാം പട്ടിക കൂട്ടിച്ചേർത്ത്. അങ്ങനെ ഓർത്തിരിക്കാലോ. അപ്പോൾ ഒന്നാം ഭേദഗതി 1951 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അങ്ങനെ തന്നെ അത് ഓർത്തിരിക്കാം. അടുത്ത ഭേദഗതിയാണ് 7ാം ഭേദഗതി. 7ാം ഭേദഗതി എന്ന് പറയുന്നതിൻ്റെ വർഷം ഇവിടെ 7 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 5, 6 7 അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ 1956 7ാം ഭേദഗതി. 5, 6, 7 എന്നിങ്ങനെ തുടർച്ചയായിട്ട് വരണം. ആ ഒരു രീതിയിൽ ഓർത്താൽ മതി. 7ാം ഭേദഗതിയുടെ വർഷം കിട്ടി. ഇനി ഇതെന്താണ് ഇവിടെ പറയുന്നത്? 7ാം ഭേദഗതിയല്ലേ? ആ 7നെ നമ്മളൊന്ന് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? L എന്ന് പറഞ്ഞാൽ L ഫോർ ലാംഗ്വേജ് എന്ന് ഓർക്കുക. അപ്പം ലാംഗ്വേജ് എന്താണ്? ഭാഷ അല്ലേ? അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതിയാണ് 7ാം ഭേദഗതി. അപ്പോൾ 7നെ തിരിച്ചിട്ടാൽ L കിട്ടും. അപ്പോൾ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. 7 എന്ന് പറയുമ്പോൾ 5, 6, 7 ആ ഒരു രീതിയിൽ ഓർക്കുമ്പോൾ 1956 എന്ന് പറയുന്ന വർഷവും കൂടെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 11ാം ഭേദഗതി. 11ാം ഭേദഗതി പറയുന്നത് എന്താണ്? വർഷം 1961. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി 11ാം ഭേദഗതി എന്ന് പറയുമ്പോൾ നമുക്ക് ആ 11നെ ഇങ്ങനെ ഇടാം. ദെൻ നടുക്ക് വരുന്നത് 11 എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്കൂള് കോളേജൊക്കെ അല്ലേ ഓർമ്മ വരുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി ഉണ്ടല്ലോ, 96 എന്ന് പറയുന്ന ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർക്കുക. സ്കൂൾ ടൈമൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു മൂവി. അപ്പോൾ 96 എന്ന് പറയുന്ന മൂവി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ 11നെ ഇങ്ങനെ ഇട്ടു, 96 ഇട്ടു. അപ്പോൾ 1961 എന്ന് പറയുന്ന വർഷം കിട്ടി. ഇനി അവിടെ എന്താണ്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. ഇലക്ട്രൽ കോളേജ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 11ാം ഭേദഗതി. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 11, 96 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളും കോളേജൊക്കെയാണ് ഓർമ്മ വരിക എന്നുള്ള രീതിയിൽ കോളേജ് ഇലക്ട്രൽ കോളേജുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ 11ാം ഭേദഗതി 1961 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ള ഭേദഗതിയാണ് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് ഓർത്തിരിക്കാലോ. യെസ്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തതാണ് 24ാം ഭേദഗതി. 24ാം ഭേദഗതി. 24ാം ഭേദഗതിയുടെ വർഷം എന്ന് പറയുന്നത് 1971. 24ാം ഭേദഗതിയുടെ വർഷം 1971.
ഇവിടെ എന്താണ് മാറ്റം കൊണ്ടുവന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാനായിട്ട് പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് വർഷം നമുക്ക് എങ്ങനെ ഓർക്കാം? 24 നിങ്ങളൊന്ന് എഴുതാം. 24 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ? അതായത് അതെ ഇങ്ങനെ 2 വരകൾ ചേർത്തിട്ടല്ലേ എഴുതുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഈ ഇങ്ങനെ ഇട്ടിരിക്കുന്ന L എന്ന് പറയുന്നത് നമുക്ക് 7 ആയിട്ട് എടുക്കാം അല്ലെ? ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 7 1 കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? 1971 എന്നുള്ള വർഷത്തിലോട്ട് എത്താം. ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിനൊന്ന് തിരിച്ചിടുമ്പോൾ നമുക്ക് 71 എന്ന് കിട്ടും. അപ്പോൾ 1971 24-ാം ഭേദഗതി എന്ന് കിട്ടും. ഇനി അവിടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യാമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 4 എന്ന് പറയുന്നതിനെ മാറ്റം വരുത്തി, ഭേദഗതി വരുത്തിയിട്ടാണ് 71 മാറ്റിയത് അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 24-ാം ഭേദഗതി 1971 മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ഭേദഗതിയാണ് 24-ാം ഭേദഗതി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് 26-ാം ഭേദഗതി. 26-ാം ഭേദഗതിയുടെ വർഷവും 1971 തന്നെയാണ് കേട്ടോ. 24-ന്റെ അതേ വർഷമാണ്, 71 തന്നെയാണ് വരുന്നത്. ഇവിടെ എന്താണ്? പ്രിവി പൾസ് നിർത്തലാക്കി. പ്രിവി പൾസ് കേട്ടോ, നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന പ്രിവി പൾസ് നിർത്തലാക്കിയിട്ടുള്ള ഭേദഗതിയാണ്. പ്രിവി പൾസ് നിർത്തലാക്കി. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? 26-ാം ഭേദഗതി. അതായത് ഇപ്പോൾ ഈ ബോയ്സ് ഒക്കെ ആണെന്ന് വിചാരിച്ചോളൂ, ആൺകുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു 25 വയസ്സ് വരെയൊക്കെ ജോലിയൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരെന്ത് ചെയ്യും? അമ്മമാരൊക്കെ പേഴ്സ് നിറച്ച് കാശൊക്കെ തരും അല്ലേ മോനെ ചിലവിന് വേണ്ടി. 25 വയസ്സൊക്കെ കഴിഞ്ഞു, ഒരു 26-ാമത്തെ വയസ്സ് തുടക്കമൊക്കെ ആകുമ്പോൾ പറയും, ഇനി പേഴ്സിൽ വെക്കാൻ കാശൊന്നും തരത്തില്ല, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പേഴ്സിൽ വെക്കാനുള്ള പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കോ എന്ന് പറയുന്ന ഒരു ടൈമാണ് അല്ലേ? അപ്പോൾ 26-ാമത്തെ വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് പേഴ്സ് നിറയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. പ്രിവി പൾസ് നിർത്തലാക്കി, അല്ലെങ്കിൽ അമ്മ നമുക്ക് തരുന്ന പേഴ്സിൽ വെക്കാൻ തരുന്ന മണി നിർത്തലാക്കി എന്നുള്ള രീതിയിൽ ഓർത്താലും മതി 26 വയസ്സായപ്പോൾ. ഓക്കെ, അപ്പോൾ 26-ാം ഭേദഗതി 1971 പ്രിവി പൾസ് നിർത്തലാക്കി. നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന പ്രിവി പൾസ് നിർത്തലാക്കിയ ഭേദഗതിയാണ് 26-ാം ഭേദഗതി എന്ന് പറയുന്നത്. വർഷം 1971. ഇത്രയും കിട്ടിയോ? എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. 1-ാം ഭേദഗതി എന്തായിരുന്നു? 1951 വർഷം. 9-ാം പട്ടിക കൂട്ടിച്ചേർത്തു അല്ലെ? 1-ാം ഭേദഗതി 1951, 9-ാം പട്ടിക കൂട്ടിച്ചേർത്തു. ദെൻ 7-ാം ഭേദഗതി നമ്മൾ പറഞ്ഞു 1956 അല്ലെ? 5, 6, 7 ആ ഒരു രീതിയിൽ 1956 എന്താ 7നെ തിരിച്ചിടുമ്പോൾ L4 ലാംഗ്വേജ് എന്ന് പറഞ്ഞു. സോ ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതിയാണ് എന്ന് പറഞ്ഞു. ദെൻ 11-ാം ഭേദഗതി 1961 അല്ലെ? 96 കണക്ട് ചെയ്തു. ദെൻ ഇലക്ട്രൽ കോളേജ്, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് 11-ാം ഭേദഗതി. കോളേജുമായിട്ടും 96ഉം 11ഉമായിട്ടും കണക്ട് ചെയ്തു. പിന്നെ 24-ാം ഭേദഗതി 1971 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട് എന്ന് പറയുന്നതാണ് 24-ാം ഭേദഗതി. സോ 24-ലെ 4നെ നമ്മൾ ഭേദഗതി വരുത്തി നമ്പർ മാറ്റി 71 എത്തി അല്ലെ? അങ്ങനെ കണക്ട് ചെയ്തു. ദെൻ 26-ാം ഭേദഗതി എന്ന് പറയുന്നത് 1971 പ്രിവി പൾസ് നിർത്തലാക്കി എന്നും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഭേദഗതി എന്ന് പറയുന്നത് 36-ാം ഭേദഗതിയാണ് കേട്ടോ. 36-ാം ഭേദഗതി. 36-ാം ഭേദഗതിയുടെ വർഷം എന്ന് പറയുന്നത് 1975 അവിടെ അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് സിക്കിം സംസ്ഥാനത്തിൻ്റെ രൂപീകരണമാണ് 36-ാം ഭേദഗതി. 36-ാം ഭേദഗതി പറയുന്നത് സിക്കിം സംസ്ഥാനത്തിൻ്റെ രൂപീകരണമാണ്. വർഷം 1975. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. വർഷം ഞാനിത് ഇങ്ങനെ എഴുതുന്നുണ്ട്. 1975 36-ാം ഭേദഗതി സിക്കിം. ഇങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ് എന്നുള്ളത് 7. എഴുന്നേറ്റ് 5 മണിക്ക്, അതായത് കാലത്ത് നേരത്തെ എന്നുള്ള രീതിയിൽ 5 മണിക്ക്. അപ്പോൾ എഴുന്നേറ്റ് 5 മണിക്ക്
നമ്മളിപ്പോൾ എന്താണ് ടൂർ പോകാമെന്ന് വിചാരിച്ചോ, മൂന്നാറിലേക്കാണ് പോകുന്നത്. മൂന്നാർ കേട്ടോ, 36 എന്നുള്ളതിന് 3 6. അപ്പം മൂന്നാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് അസുഖം വരും അല്ലേ. അപ്പം സിക്കാവും എന്ന് ഓർത്താൽ മതി. സിക്ക് അസുഖം എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പം കാലത്ത് എഴുന്നേറ്റ് 5 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ മൂന്നാർ പോയി കഴിഞ്ഞാൽ സിക്കാവും എന്നുള്ള രീതിയിൽ സിക്കിമുമായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പോൾ 36ാം ഭേദഗതി വർഷം 1975 സിക്കിം എന്നുള്ളത് നമുക്ക് അവിടെ കണക്ഷൻ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ സിക്കിം സംസ്ഥാനത്തിന്റെ രൂപീകരണമാണ് 36ാം ഭേദഗതി 1975 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതാണ് 61ാം ഭേദഗതി. 61ാം ഭേദഗതി വർഷം 1989 ആണ്. 1989 ഇവിടെ ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 വയസ്സായിട്ട് കുറച്ചു. വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 ആക്കി കുറച്ചു. അപ്പൊ 61ാം ഭേദഗതി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ വർഷം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? 61ാം ഭേദഗതിയുടെ വർഷം വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 ആക്കി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ 18 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 9 കൂടെ കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ ഞാനത് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. 9 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 കിട്ടും. അപ്പോൾ ഈ രീതിയിൽ എഴുതിയാൽ മതി. 9 കൂടെ കൂട്ടുമ്പോൾ 18. അപ്പോൾ എഴുതുമ്പോൾ തന്നെ ഇത് എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തിലോട്ട് ഈസി ആയിട്ട് എത്താം. അപ്പോൾ 1989. അപ്പോൾ 61ാം ഭേദഗതി വർഷം 1989. വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 ആക്കി കുറച്ച ഭേദഗതിയാണ് 61ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭേദഗതികളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളാണ് പറഞ്ഞത്. ഒരു ഭേദഗതിയും കൂടെ ഓർത്തിരിക്കണേ. 89ാം ഭേദഗതി. 89ാം ഭേദഗതി വർഷം 2003 ആണ്. 2003. അപ്പോൾ ഇവിടെ എന്താണ് കൊണ്ടുവന്നത്? ആദ്യം നമുക്ക് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒറ്റ കമ്മീഷനായിരുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒറ്റ കമ്മീഷനായിരുന്നു. അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ 89ാം ഭേദഗതിയാണ് 2003 കേട്ടോ. അപ്പോൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും വേർതിരിച്ച ഭേദഗതിയാണ് 89ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ. ഇത് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളാണ് പറഞ്ഞത്. ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള കണക്ഷൻസ് പഠിക്കാനായിട്ട് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ ഭേദഗതി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്